ഹലോ, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ ചോറ് കഴിക്കാൻ പറ്റിയ ഒരു കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. വെക്കേഷൻ ടൈമിലായതുകൊണ്ട് കുട്ടികളും എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ചില ഓഫീസുകൾക്കൊക്കെ അവധി ആയതുകൊണ്ട് വലിയവരും വീട്ടിൽ കാണും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ചോറിന് നല്ലൊരു കോമ്പിനേഷൻ. ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കുന്നത് അറിയേയില്ല. എന്തോരം ചോറ് കഴിച്ചാലും നമുക്ക് മതി വരില്ല. ഇതൊരു കറി മാത്രം മതി. അപ്പോൾ ഇതെന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇതൊരു ഈസി പനീർ കറിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 150 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു മീഡിയം ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ വലുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു വലിയ സവാള, അതും ഞാനിതുപോലെ വലുതാക്കി കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് പച്ചമുളക്, വളരെ ചെറിയ ഒരു പച്ചമുളകും, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് സോസ്, പിന്നെ ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. ഇത്രയും സാധനങ്ങൾ മതി. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെയാണിതെല്ലാം. പിന്നെ ഞാൻ പനീർ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് പനീർ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പനീറാണെങ്കിലും ഇതിന് നല്ലതാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഈ കറിക്ക് നല്ലത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ ഗീയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാം. ഈ പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് ടെർമറിക് പൗഡർ ചേർത്ത് കൊടുക്കണം. വളരെ ചൂടായി കഴിഞ്ഞാൽ പൗഡർ കരിഞ്ഞു പോകും. അപ്പോൾ ചൂടായി വരുമ്പോൾ തന്നെ ഇടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. അപ്പോൾ എണ്ണ ചൂടാകുന്നതനുസരിച്ച് ഈ പൊടികളും ചൂടായി വരും. അപ്പോൾ അത് പാകത്തിന് അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് എണ്ണ ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഈ പൗഡർ ഇടണമെന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് സോട്ടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സവാള വാടുന്നതിനൊപ്പം തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയിൽ കിടന്ന് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി നന്നായിട്ട് കുക്കാകും. വളരെ നേരിയ തീയിൽ വേണം കേട്ടോ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കഴിയുമ്പോൾ കുക്ക് ചെയ്യാനായിട്ട്. കാരണം അത് പേസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ കരിഞ്ഞ ചുവ വന്നാൽ ഈ കറിക്ക് അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഈ സോസുകളൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും വളരെ നേരിയ തീയിൽ വേണം കുക്ക് ചെയ്യാൻ. ഇനി ഇപ്പോൾ സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി സോസാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി സോസും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, നമ്മൾ ഉണ്ടാക്കി വെച്ച ടൊമാറ്റോ സോസ് ഇല്ലേ, അത് നമ്മൾ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റായിട്ടുള്ള ടൊമാറ്റോ സോസ്, അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലെല്ലാത്തിലും സോസിലെല്ലാം ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. അവസാനം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഏകദേശം ഈ ഗ്രേവി എല്ലാം ഇതായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുട്ടികളുള്ളത് കൊണ്ടാണ്. കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ ഇപ്പോൾ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് അധികം എരിവ് വേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാനിതെല്ലാം കുറച്ച് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. കൂടുതൽ ക്യാപ്സിക്കം ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ക്യാപ്സിക്കം ഒന്ന് വാടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. നമ്മൾ പനീർ ചേർത്ത് കഴിഞ്ഞാൽ അത് വേകാനുള്ള കുറച്ച് വെള്ളം വേണം. പിന്നെ നമ്മൾ ആദ്യം ചേർത്ത മുളക് പൊടിയൊക്കെ ഒന്ന് കുക്കാകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ട വെള്ളം നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം ചേർക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിത് പനീർ ഫ്രൈ ചെയ്യാതെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തും ഉപയോഗിക്കാം. പനീർ കുക്ക് ചെയ്യുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഭയങ്കര ഹാർഡായി പോകും. അധികം വേവൊന്നുമില്ല പനീറിന്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. പനീറൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. എല്ലാം കറക്റ്റാണ്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള പനീർ കറിയാണിത്. കുട്ടികൾ സ്കൂൾ പോകാതെ വീട്ടിൽ നിൽക്കുകയല്ല, ഏകദേശം 3 മാസം വരെ അവർക്ക് വെക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള കറികൾ ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ ഡെലീഷ്യസും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പനീർ കറിയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എണ്ണയ്ക്ക് പകരം ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പനീർ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തും ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുക. ഇത് നൊയമ്പ് കാലം ആയതുകൊണ്ട് വലിയവർക്കും ഇത് ഈ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കറി വെച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ്. ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ബൈ.